ഹായ് ഓൾ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നലെ തേർഡ് ഡേ ചലഞ്ച് ഇടാൻ പറ്റിയില്ല, ക്ഷമിക്കണം. അപ്പോൾ നിങ്ങൾ തേർഡ് ഡേയിൽ ചെയ്യേണ്ടത് രാവിലെ ഉറക്കമെഴുന്നേറ്റ് ഒന്ന് ഫ്രഷായി വന്ന ശേഷം വലിയൊരു ഗ്ലാസ്സിൽ നിറയെ വെള്ളം കുടിക്കുക. അപ്പോൾ നമ്മുടെ ശരീരത്തിന് ഡീഹൈഡ്രേഷനൊക്കെ ഒഴിവാക്കാനായിട്ട് അത്രയും കുറച്ചധികം വെള്ളം കുടിക്കേണ്ടത് ആവശ്യമാണ്. പിന്നെ ഇന്നത്തെ മെയിൻ ടോപ്പിക് പ്രേയേഴ്സാണ്. നിങ്ങൾ 3 നേരം പ്രേ ചെയ്യുക, രാവിലെയും സന്ധ്യയ്ക്കും രാത്രിയിലും. രാവിലെ 4 മണിക്ക് എഴുന്നേൽക്കുന്ന വ്യക്തിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഫ്രഷാകുക. ഒരു അരമണിക്കൂറിനുള്ളിൽ ഫ്രഷായി വന്നിട്ട് ഒരു 4:30-ക്ക് വിളക്കൊക്കെ കത്തിച്ച് ഒരു 5 മണി വരെയെങ്കിലും അരമണിക്കൂറെങ്കിലും പ്രാർത്ഥിക്കുക. ഇപ്പോൾ മറ്റു മതസ്ഥരാണെങ്കിൽ നിങ്ങളുടേതായ രീതിയിലുള്ള പ്രേയേഴ്സ് ചെയ്യാം. അതിനുശേഷം സന്ധ്യയ്ക്ക് ഇതുപോലെ 6:30-ക്ക് വിളക്ക് കത്തിച്ച് ഒരു 7 മണി വരെ പ്രാർത്ഥിക്കുക. രാത്രിയിലും ഉറങ്ങുന്നതിന് മുന്നേ പ്രാർത്ഥിക്കുക. രാത്രി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അന്നത്തെ ദിവസം നമ്മൾ ആരോടെങ്കിലും എന്തെങ്കിലും മിസ്റ്റേക്സ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു ഗിൽറ്റി ഫീലിംഗ് മനസ്സിലുണ്ടെങ്കിൽ അതുണ്ടാകും, സ്വാഭാവികമായിട്ടുണ്ടാകും. അവരോട് മനസ്സുകൊണ്ട് സോറി പറയാം. പിന്നെ എപ്പോഴായാലും പ്രേയേഴ്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്നാമതായിട്ട്, നമ്മളെപ്പോഴും ആഗ്രഹങ്ങൾ പറയാറുണ്ട് ദൈവത്തോട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം നമുക്ക് നല്ലതായിട്ട് ഭവിക്കണമെന്നില്ല. ഓക്കെ, അപ്പോൾ ഈശ്വരനോട് പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കാം: എനിക്ക് നല്ലതായിട്ട് ഭവിക്കുന്നത് എന്താണോ അതെനിക്ക് അങ്ങ് നടത്തി തരണമേ എന്ന് പ്രാർത്ഥിക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ തീവ്രമായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഈശ്വരൻ നമുക്ക് നടത്തി തരും. നടത്തി തന്നു കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ മനസ്സിലാക്കുന്നത് അതെന്തായിരുന്നു എന്നുള്ളത്. ഓക്കെ, ഒന്നും പുറമേ കാണുന്ന കാര്യങ്ങളല്ലല്ലോ, പിന്നീടായിരിക്കും മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് എനിക്ക് നല്ലതായിട്ട് ഭവിക്കുന്നത് എന്താണോ അതെനിക്ക് അങ്ങ് നടത്തി തരണേ എന്ന് പ്രാർത്ഥിക്കുക. രണ്ടാമതായിട്ട്, നമ്മുടെ ജീവിതത്തിൽ എന്ത് സാഹചര്യം വന്നാലും നമ്മൾ ദൈവമേ എന്നെ ഇതിൽ നിന്ന് രക്ഷിക്കണേ, എനിക്കിത് സർവൈവ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് നമ്മൾ ആ കഷ്ടത കൊണ്ട് പ്രാർത്ഥിച്ചു പോകും. അതിലുപരി എൻ്റെ ജീവിതത്തിൽ എന്ത് സാഹചര്യം വന്നാലും ആ സാഹചര്യത്തെ സമാധാനത്തോടും സംയമനത്തോടും കൂടി സമീപിക്കുവാൻ ആവശ്യമായ ആത്മധൈര്യവും മനോബലവും അങ്ങ് എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ജേണിയിൽ ആ പൊരുതി മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ അവിടെ സ്റ്റക്കായി നമ്മളങ്ങ് ഒന്നുമല്ലാണ്ടായി പോകും. ഓക്കെ, അടുത്ത് മൂന്നാമത്തത്, നമുക്കൊരു ശുഭാപ്തി വിശ്വാസം എപ്പോഴും ഉണ്ടായിരിക്കണം. ഇതുവരെ എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിലും അതെല്ലാം നല്ലതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതും നല്ലതിന് വേണ്ടിയിട്ടാണ്. ഇനി സംഭവിക്കാൻ പോകുന്നതും നല്ലതിന് വേണ്ടിയിട്ടാണ്. ആ ഒരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടി നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മാത്രമേ ആ പ്രാർത്ഥന പൂർണ്ണതയിലെത്തുകയുള്ളൂ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കും എന്ന ഉത്തമ വിശ്വാസത്തോടു കൂടി എല്ലാവർക്കും